ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഇങ്ങ് അടുത്തെത്തി. ക്രിസ്മസിൻ്റെ തിരക്കുകളിലായിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഈ ഡിസംബർ തുടങ്ങിയാൽ തന്നെ നമുക്കൊരു സെലിബ്രേഷൻ്റെ ഒരു മൂഡാണ്. പിന്നെ ക്രിസ്മസ് ആയി, ന്യൂ ഇയർ ആയി, അങ്ങനെ അങ്ങനെ പോവും ആഘോഷങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാത്ത വീടുകൾ ചുരുക്കമായിരിക്കുള്ളൂ. ഏത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കും. നമുക്ക് ട്രീ തൂക്കാനും അല്ല ട്രീ വെക്കാനും സ്റ്റാർ തൂക്കാനും ഒക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. പിള്ളേരുള്ള വീടുകളിലാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടിട്ട് വീട്ടിൽ ട്രീ ഒക്കെ വയ്ക്കുമായിരുന്നു. ഇപ്പോഴത്തെ പോലത്തെ ആർട്ടിഫിഷ്യൽ ട്രീ അല്ലാതെ മരത്തിൻ്റെ കമ്പ്, ഉണങ്ങിയ കമ്പ്, വലിയ ഒരു ഒരു കമ്പ് എടുത്തിട്ട് അതിൽ ഇലയൊക്കെ കളഞ്ഞ് അതൊന്ന് ഉണങ്ങി കഴിയുമ്പം പെയിൻ്റൊക്കെ അടിച്ച് അതിൽ തോരണങ്ങളൊക്കെ തൂക്കിയായിരുന്നു ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ ടൈം ഉണ്ടാവുമല്ലോ, ക്രിസ്മസ് എക്സാംസ്, അതങ്ങോട്ട് കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പരിപാടിയിലങ്ങ് വ്യാപൃതരാകും എന്ന് പറയില്ല, അതുപോലെ. എന്നിട്ട് ഈ പെയിൻ്റ് അടിക്കലും തോരണം തൂക്കലും ഒക്കെ ആയിരുന്നു. അച്ഛൻ നമുക്ക് ബലൂൺസും പിന്നെ ഇതുപോലത്തെ രീതിയിലുള്ള ഡെക്കറേഷൻ സാധനങ്ങളൊന്നും അല്ലായിരുന്നല്ലോ അന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ട്രീ ഒക്കെ ഒന്ന് അലങ്കരിച്ച്, അത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ പെയിൻ്റ് അടിക്കുന്നതും ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ. ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. എല്ലാ വീടുകളിലും ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്ത വീട്ടിലേക്ക് പോകും. അങ്ങനെ അവിടെയും ചെയ്യും. എന്നിട്ട് എല്ലാവരുടെയും ക്രിസ്മസ് ഡെക്കറേഷൻസും സ്റ്റാറും ട്രീയും ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ആ സമയത്ത് ഒരു പ്രത്യേക സന്തോഷമാണ്. ആ ക്രിസ്മസ് വെക്കേഷനൊക്കെ ശരിക്കും കഴിയുന്നത് അറിയുന്നേ ഇല്ല. 10 ദിവസം ഉണ്ടാവുമെങ്കിലും 10 ദിവസം ഇതാന്നും പറഞ്ഞ് പോവും. അപ്പം ആ ഓർമ്മയാണ് എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പം എപ്പോഴും. അത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ശരിക്കും പറഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ഒരു ട്രഷറാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും നമ്മളുടെ ആ ഒരു നല്ലൊരു സമയം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷം തരുന്ന ഒരു കാലമാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഓരോ ഏജ് കഴിയുന്തോറും എൻ്റെ മനസ്സിൽ തെളിഞ്ഞാണ് കേട്ടോ വരണേ. ആ ഓർമ്മകളൊക്കെയാണ് എനിക്ക് ഇന്നലെ നടന്ന കാര്യത്തിനേക്കാളും തെളിഞ്ഞ് നിൽക്കുന്നത് ആ ഒരു സമയത്തെ കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല. എന്തായാലും നമ്മളിവിടെ ട്രീയൊക്കെ തൂക്കി, ട്രീ വെച്ചു. സ്റ്റാർ ഇട്ടില്ല കേട്ടോ. സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ബാൽക്കണിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു പെട്ടെന്ന് കാണാൻ പറ്റില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർക്കും അധികം വ്യൂ കിട്ടില്ല. അപ്പോൾ പിന്നെ സ്റ്റാർ ഇടണ്ടെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷവും സ്റ്റാർ ഇട്ടില്ല. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ട്രീ ഇവിടെ വാങ്ങിച്ചത്. മിക്കവാറും നമ്മൾ നാട്ടിലായിരിക്കുള്ളൂ ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രീ ഒന്നും ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ട്രീ വാങ്ങി. ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കുറച്ച് ഇവിടെ നിന്ന് വാങ്ങി. പിന്നെ നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേയിൽ അറിയാമല്ലോ, ക്രിസ്മസ് എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഇത് നവംബർ തൊട്ടേ അവിടെ തുടങ്ങും. നിറയെ സാധനങ്ങളുണ്ടാവും മേത്തർ ബസാറിൽ. അപ്പോൾ അവിടെ അനിയത്തി പോയപ്പം കഴിഞ്ഞ വർഷം കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് കൊറിയർ ചെയ്ത് തന്നു. അപ്പോൾ അതൊക്കെ തന്നെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തവണ ഞാൻ ഒരു ചെറിയൊരു ഐറ്റം മാത്രമേ വാങ്ങിയുള്ളൂ, ചുമ്മാ ഒരു പേരിന് വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തു. ട്രീ ഒക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തു. അപ്പോൾ പാറുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവളോട് ട്രീ ഒന്ന് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ ഓരോ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ട്രീ മേളിൽ വെച്ചിരിക്കുമായിരുന്നു പൊതിഞ്ഞ്. അപ്പോൾ അതൊന്ന് എടുക്കാനായിട്ട് 2 ദിവസം അങ്ങനെ താമസിച്ചതുകൊണ്ട് ആൾ ദിവസവും ചോദിക്കും, എപ്പോഴാണ് ട്രീ വയ്ക്കുക എന്ന്. ആ പിള്ളേരുടെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ആ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളുടെ ആ ഓർമ്മകൾ നമുക്ക് എത്രമാത്രം വാല്യൂ ഉള്ളതാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കും അതുപോലെ നല്ല നല്ല ഓർമ്മകൾ കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് കപ്പയും മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നും അല്ലായിരുന്നു. മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം ഇന്നത് കറി വയ്ക്കാമെന്ന് പറഞ്ഞപ്പം ഷൈച്ചേട്ടൻ ഇന്ന് ചീര വാങ്ങിക്കാനായിട്ട് പുറത്ത് പോയതാണ്. അപ്പോൾ അവിടെ നല്ല കപ്പ കണ്ടു, ചീര കിട്ടിയുമില്ല. അങ്ങനെ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ഈവനിങ്ങിൽ എന്തായാലും ആക്കാമെന്ന് വിചാരിച്ചു. കറികൾ ഉച്ചക്കലത്തേക്ക് ഉണ്ടായിരുന്നു.
അങ്ങനെ നല്ലൊരു തണുത്ത വൈകുന്നേരത്ത് കപ്പയും മീൻകറിയും കുറച്ച് ചോറും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഡിന്നറായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ കപ്പ എപ്പോഴും ഉച്ചയ്ക്കാണ് ഉണ്ടാക്കുക. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈവനിങ്ങിലാവുമ്പോഴേക്കും എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ ചെന്നൈയിൽ കപ്പ നമ്മുടെ നാട്ടിലത്രയും ഫ്രഷ് ആയിട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വാങ്ങിക്കാറില്ല. നാട്ടിലാണെങ്കിൽ ഷൈജേട്ടൻ്റെ അച്ഛന് കപ്പ എല്ലാ ദിവസവും കിട്ടിയാലും അത്ര സന്തോഷം എന്നുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ പ്രായമായി കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കപ്പയൊക്കെ ഇത്തിരി കുറച്ചത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നു. അപ്പം ഷൈജേട്ടനും അത് കഴിച്ച് ശീലമുള്ളത് കൊണ്ട് ആൾക്കും കപ്പ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഇവിടെ അത്ര ഫ്രഷ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾ വാങ്ങിക്കില്ല. കാരണം നമ്മുടെ കോട്ടയംകാരനായത് കാരണം കപ്പ കണ്ടു കഴിഞ്ഞാൽ ആൾക്കറിയാം നല്ലതാണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കപ്പ കാണുമ്പോൾ ആൾ വാങ്ങിക്കും. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പിനേഷനിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കപ്പയും മീൻകറിയും എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് കോമ്പിനേഷനാണ്. അതിനെ വെല്ലാനായിട്ട് അധികം കോംബോ ഒന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിന്ന് മീൻ അയിലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ ഇടാതെയാണ് അയിലക്കറി വെച്ചത്. എപ്പോഴും തേങ്ങയിട്ട് ഞാനൊരു ഡിഫറെൻ്റായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് വെച്ചതാണ്. ഇത് ഞാൻ എപ്പോഴും വെക്കില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ വെക്കുകയുള്ളൂ. കാരണം തേങ്ങ ഇല്ല എന്നുള്ള സമയത്തും തേങ്ങ ചിരകാൻ മടിയുള്ള സമയത്തും ഒക്കെയാണ് ഞാൻ ഈ കറി വയ്ക്കുക കേട്ടോ. അതിന് കുറച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ഉള്ളി അല്ലെങ്കിൽ സവോള കുറച്ച് വേണമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ ചെയ്യുക ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ. ആർക്കെങ്കിലും കാണണമെന്ന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ കമൻറ്റായിട്ട്. അപ്പം ഞാൻ ആ റെസിപ്പിയും കൂടെ കാണിക്കാം. നമുക്കൊരു ദിവസം നമ്മുടെ ഫിഷ് കറീസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം കേട്ടോ. ഞാൻ ചെയ്യുന്ന ഫിഷ് കറീസ് ഒരു 2-3 തരത്തിൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനൊക്കെ ഞാൻ കാണിക്കാം. ഞാൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാറു ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഉറങ്ങിയിട്ട് അവൾ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആൾക്ക് ബെഡ്റൂമിൽ കിടക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അപ്പം ഞാൻ ഇപ്പുറത്തെ കിച്ചണിലേക്ക് പോരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഞാൻ സോഫയിൽ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുവാണ്. അപ്പം ഞാൻ ആൾ വീഴൊന്നുമില്ല. ഇടയ്ക്ക് ഇവിടെ ഞാൻ ഇരിക്കുമ്പോഴേക്ക് കിടക്കാറുണ്ട്. ആൾക്ക് നല്ല അങ്ങനെ എവിടെയാണ് കിടക്കുന്നതെന്നുള്ള ബോധത്തോടു കൂടിയാണ് ആൾ കിടക്കുന്നത്. അത് കാരണം വീഴില്ല. എന്നാലും ഞാൻ എൻ്റെ ചെയറൊക്കെ കൊണ്ടുവന്ന് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഷൈജേട്ടൻ വന്നിട്ടില്ല. അപ്പം ഡിന്നർ കഴിക്കാനായിട്ട് കുറച്ചും കൂടെ സമയമുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ടി വിയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ ഇത്തിരി ഉള്ളിയും കൂടെ പൊളിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഉള്ളി പൊളിച്ച് വയ്ക്കും, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കുള്ളൂ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ മിക്കവാറും ഞാൻ കഴുകി വെള്ളം വാർത്തിട്ടാണ് വെക്കുക. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനി കഴുകി വെള്ളം വാർത്ത് വെക്കാനായിട്ടുള്ള സമയമില്ല. പക്ഷെ വെള്ളത്തോടു കൂടി വെച്ചാൽ വേഗം ഒരു മാതിരി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കഴുകാതെയാണ് വെക്കണേ. ഇനി എടുക്കുമ്പോൾ കഴുകിയാൽ മതിയല്ലോ. പക്ഷേ പച്ചമുളക് കാര്യങ്ങളൊക്കെ ഞാൻ കഴുകിയാണ് കേട്ടോ ഈ പാത്രത്തിൽ വെച്ചേക്കണേ. പിന്നെ വേറെ പാത്രത്തിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേപ്പില എല്ലാം കൂടെ വെക്കാനായിട്ട് ഇങ്ങനൊരു പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആട്ടോ. ഓരോ പാത്രമായിട്ട് നമ്മൾ എടുക്കണ്ട. ഈ ഒരൊറ്റ കണ്ടെയ്നർ എടുത്താൽ എല്ലാം അതിലുണ്ടാവും. അപ്പോൾ ഷൈജേട്ടൻ കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് രാത്രിയായി കഴിക്കണ്ടല്ലോ ഡിന്നർ എന്ന് വിചാരിച്ച് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ നല്ല കപ്പയും മീൻകറിയും ഒക്കെ ആയിട്ട് നമ്മുടെ ഡിന്നറും അങ്ങനെ കഴിക്കാൻ പോവാം. പാറു രാവിലത്തെ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടാണ്, ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. അപ്പോൾ പിന്നെ എനിക്ക് ഇനി അവളെ എഴുന്നേൽപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഷൈജേട്ടൻ എന്തായാലും ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്തിരുന്നിട്ടും കാര്യമില്ല. ഞാൻ കഴിക്കാൻ പോവാണ്. അങ്ങനെ കപ്പയും മീൻകറിയാണ്, അയിലക്കറിയാണ്. മീൻകറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.